കരൂർ ദുരന്തത്തിൽ ടി.വി.കെ നേതാവും നടനുമായ വിജയ് അതീവ ദുഃഖിതനാണെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞെന്നും വെളിപ്പെടുത്തൽ. പാർട്ടി പരിപാടിക്കിടെ ഉന്തിലും തള്ളിലും 2 കൊച്ചുമക്കളെയും മരുമക്കളെയും നഷ്ടമായ കരൂർ താന്തോണിമല സ്വദേശിനി വേണിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ക്ഷമ ചോദിച്ച വിജയ് കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും പറഞ്ഞു. വിജയ് ക്ഷീണാവസ്ഥയിലാണെന്നും മെലിഞ്ഞിരിക്കുകയാണെന്നും വേണി വെളിപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ മഹാബലിപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി കണ്ടപ്പോഴത്തെ നാടകീയ സംഭവങ്ങളെക്കുറിച്ച് പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാവിലെ 9-ന് ഹോട്ടലിലെത്തിയ വിജയ് മരിച്ചവരുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ഓരോ കുടുംബത്തെയും പ്രത്യേക മുറികളിൽ ചെന്ന് കണ്ടു. തീർത്തും പതിഞ്ഞ ശബ്ദത്തിലാണ് വിജയ് സംസാരിച്ചത്. ഇടയ്ക്ക് പലതവണ കരഞ്ഞു. ഓരോ കുടുംബവുമായും 25 മിനിറ്റ് വരെ സംസാരിച്ചെന്നും പറയുന്നു. അതിനിടെ കരൂരിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാത്ത വിജയുടെ നടപടിയിൽ പ്രതിഷേധിച്ച യുവതി തനിക്ക് ലഭിച്ച 20 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക തിരികെ നൽകി. ദുരന്തത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട കൊടങ്കിപ്പട്ടി സ്വദേശി സംഗവി പെരുമാളാണ് നടനെതിരെ രംഗത്തെത്തിയത്. വീഡിയോ കോളിൽ സംസാരിച്ച വിജയ് നേരിട്ട് ഇവിടെ എത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും എന്നാൽ അതുണ്ടായില്ലെന്നും യുവതി പറയുന്നു. അതേസമയം സംഗവിയുടെ ഭർത്താവിന്റെ ബന്ധുക്കളിൽ ചിലർ വിജയ് മഹാബലിപുരത്തെ ഹോട്ടലിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇത് തന്റെ അറിവോടെയല്ലെന്നാണ് യുവതിയുടെ വിശദീകരണം. യുവതിയുടെ തീരുമാനത്തിന് പിന്നിൽ പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണെന്ന ആരോപണവുമായി ഭർത്താവിന്റെ വീട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ തിരുച്ചിറപ്പള്ളിയിൽ വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം വിക്രവാണ്ടിയിൽ നടന്ന സമ്മേളനത്തിനിടെ ജീവൻ നഷ്ടമായ ടി.വി.കെ ഭാരവാഹികളായ ശ്രീനിവാസൻ, കലൈ എന്നിവരെയും കുടുംബങ്ങളെയും വിജയ് മറന്നെന്നും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപിച്ചാണ് പോസ്റ്ററുകൾ. എന്നാൽ ഇരു സംഭവങ്ങളിലും ടി.വി.കെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.